ഭാർഗവ, ഭാർഗവ, ഇച്ചിരി പേടിയാവുന്നല്ലോ. കാടാന്ന് പറഞ്ഞു. ഓ ഭാർഗവ, ഇനി ഇതെങ്ങാണുമാണോ നമ്മൾ അന്വേഷിച്ചു വന്ന ശാസനം? അന്നല്ല ഇരിക്കട്ടെ. ഭാർഗവ, ഈ മണ്ടറയും കൊണ്ട് ശാസനം അന്വേഷിക്കാൻ വന്ന് എന്നെ വേണം അടിക്കാൻ. ശോ, ഇതായിരിക്കും ഇനി ആ ശാസനം. ഓ, എൻ്റെ പേരിലൊരു ശാസനം നടന്നാ മതിയായിരുന്നു. ചേച്ചി, ചേച്ചി എന്ത് വിളിക്കുന്നേ? ആരുമില്ലാത്ത ഈ വിജന പ്രദേശത്തെ ഏകാഗിയായിട്ട് ഇങ്ങനെ ഉഴലൂർ ദേവസ്വം നടത്തുന്ന എന്തിനാ? അപ്പൊ ചേച്ചി ദേവസ്വം ബോർഡില്ല അല്ലേ? ചേച്ചിയുടെ നിപ്പും ഭാവം കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ലക്ഷ്യം. ഉഴലൂർ ദേവസ്വം എന്ന് പറഞ്ഞാലേ അലഞ്ഞു തിരിഞ്ഞു നടക്കുക. അയ്യോ, ഞാൻ അലഞ്ഞിരിഞ്ഞല്ല. ഞാൻ എൻ്റെ ഒരു കൂട്ടുകാരനുണ്ട്, അവനെയും കൊണ്ട് ഒരു ശാസനം. അതെ ചേച്ചി, ഈ പാലി ശാസനം എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? വിക്രമാദിത്യ വരഗുണന്റെ അതേപോലെ സ്വന്തമായ ഒരു ശാസനം. അതാണ് എന്റെ സ്വന്തം. ഇവിടെ വന്നപ്പോഴേ ഇവിടെ എവിടെയെങ്കിലും ഒരു വീടെങ്കിലും കണ്ടോ? ഇല്ല ചേച്ചി, ഞാനത് വിചാരിച്ചു. ഞാൻ പേടിച്ചു വന്നപ്പോഴാ ചേച്ചിയെ കണ്ടു. ഭാഗ്യമായി. ആ വാബി കണ്ടോ? ഏത് വാബി? വാബി എന്ന് പറഞ്ഞ കുളം. അതിന്റെ അപ്പുറത്തൊരു ഖണ്ഡാകാരം ഉണ്ടായിരുന്നു. അതൊന്നും ഉണ്ടാവൂല ചേച്ചി, കാടല്ലേ. ഖണ്ഡാകാരം എന്ന് പറഞ്ഞ വലിയ മാളിക, അവിടെയായിരുന്നു എൻ്റെ വീട്. പക്ഷേ തീപിടുത്തത്തില് എൻ്റെ ഭ്രാതാവ്, എൻ്റെ ഭ്രാതൃ, എൻ്റെ ഭാഗിനേയി, താതകു എല്ലാരും ആ തീപിടുത്തത്തിൽ കത്തി നശിച്ചു. അപ്പൊ കുടുംബം അടക്കം ഭ്രാന്തന്മാര് വരുന്നു. ഒരാള് സീരിയസ് ആയിട്ടൊരു കാര്യം പറയുമ്പോഴാണ് തന്റെ തമാശ. അല്ലല്ലേ? കണ്ടോ, എന്റെ പാണി വരെ കത്തിപ്പോയി. ഇല്ല ചേച്ചി, നല്ല സാരിയാ. പിടിച്ചിട്ടില്ല പാണി കൈ. തീപിടുത്തം എങ്ങനെയൊക്കെ ഉണ്ടായത്? തീപിടുത്തമല്ല, തീപിടുത്തം. 2 പായുണ്ട് തീപിടുത്തം എന്ന് പറയുന്നത്. ഇപ്പൊ പിടിച്ചിട്ട് ഇപ്പൊ തീരും, ഒരൊറ്റ ആന്തലായിരിക്കുമല്ലോ കത്തിക്കഴിഞ്ഞ. പിന്നെ അതാ ഇതാന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ചേച്ചി. ഇപ്പൊ എന്തായാലും സംഭവം പറഞ്ഞു ചേച്ചി, എങ്ങനെ തീ പിടിച്ചെന്നെങ്കിൽ. ഈ തലയ്ക്ക് വെളിവില്ലാത്തവനെ കൊണ്ടൊക്കെ ശാസനം അന്വേഷിക്കാൻ ഇറങ്ങിയ എങ്ങനെ തന്നെയാ? മൊത്തം കാടും കൂടെ ഒരു വട്ടനും. എടാ മണ്ട, നീ ഇതെവിടെയായിരുന്നു? നീ എവിടായിരുന്നു? ഇത്രയും നേരം ഈ വിജൃംഭിച്ച കാട്ടിക്കിടന്ന് ഞാൻ അലിയുമായിരുന്നു. ഈ ചേച്ചിയാണ് എനിക്ക് ആശ്വാസമായത്. ചേച്ചിയാ? എടാ ഈ ചേച്ചി ഈ ശാസനം അന്വേഷിച്ചു വന്നപ്പോ ആകെ ആശ്വാസത്തിന് ഈ ചേച്ചി ഉണ്ടായിരുന്നുള്ളൂ. താങ്ക് യു. നീ എന്തൊക്കെയാടാ മൊണ്ണ ഈ പറയുന്നത്? എവിടെ ചേച്ചി? എന്റെ ഫ്രണ്ടാണ്, ഇവനെയാണ് കുറച്ചു മുമ്പേ മണ്ടെന്ന് വിളിച്ചത്. ചേച്ചിയാ? പൊട്ടൻ തന്നെ. എനിക്ക് രുദ്രപാനത്തിന് സമയമായി. ആയോ? ഈ കത്തിക്കരിഞ്ഞ് വിട്ടു. ഞങ്ങൾക്ക് വേണ്ട ചേച്ചി, ഞങ്ങൾ പോകുന്ന വഴിക്ക് ചായ ഒക്കെ കുടിച്ചോളൂ. അല്ലടാ എന്ന് വെച്ചാലേ ഞാൻ തന്റെ രക്തം കുടിക്കാൻ പോവാണെന്ന്. രുദ്രപാനം. തന്റെ രക്തം ഞാൻ കുടിക്കാൻ പോവാണ്. എന്താ? ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ.